നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പനയമ്പാടം അപകടം, സംയുക്ത വകുപ്പുകളുടെ പരിശോധന ഇന്ന്. ഗതാഗത മന്ത്രി സ്ഥലം സന്ദർശിക്കും. 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ പാലക്കാട് പനയമ്പാടത്ത് ഇന്ന് സംയുക്ത സുരക്ഷാ പരിശോധന നടക്കും. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, നാഷണൽ ഹൈവേ അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധന. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. രാവിലെ 11:30 മന്ത്രി അപകട സ്ഥലത്തെത്തുക. ഇന്നലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത സുരക്ഷാ പരിശോധനാ നടപടി. റോഡ് നിർമ്മാണത്തിലെ അപാകത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രി നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സന്ദർശനം. സ്ഥല സന്ദർശനത്തിന് ശേഷം 4 വിദ്യാർത്ഥിനികളുടെ വീടുകളിലും മന്ത്രി എത്തും. അപകടം തുടർക്കഥയാകുന്ന പനയമ്പാടത്ത് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് സമരത്തിലേക്ക് കടക്കുകയാണ്. കരിമ്പ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്യും. അതേസമയം അപകടത്തിൽ പ്രതികളായ ലോറി ഡ്രൈവർമാരെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇവർക്കെതിരെ നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. വഴിക്കടവ് സ്വദേശി പ്രജീഷ്, കാസർഗോഡ് സ്വദേശി മഹീന്ദ്ര പ്രസാദ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപകടത്തിന് കാരണമായ ലോറിയുടെ ഡ്രൈവറാണ് പ്രജീഷ്. കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനികളുടെ മുകളിലേക്ക് മറിഞ്ഞ ലോറിയുടെ ഡ്രൈവറാണ് കാസർഗോഡ് സ്വദേശി മഹേന്ദ്ര പ്രസാദ്. മണ്ണാർക്കോട് കോടതിയിലാണ് ഇവരെ റിമാൻഡ് ചെയ്തത്. തന്റെ പിഴവാണ് അപകടത്തിന് കാരണമെന്ന് ലോറി ഡ്രൈവർ പ്രജീഷ് നേരത്തെ കുറ്റസമ്മതം നടത്തിയിരുന്നു. ഈ 2 ഡ്രൈവർമാർക്കെതിരെയും നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. ദൃക്സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്.